അതെ, എൻ്റെ ലൈഫിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗവർണർ പൊന്നാട അണിയിച്ചതാന്ന് പറഞ്ഞ നമ്മുടെ ലസിത പാലക്കൽ അമ്മായിനെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. കേട്ടപ്പോൾ ചിരിയാ വന്നത്. ആദ്യം ന്യൂസ് ഒന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. സംഘപരിവാറിന് വേണ്ടി സൈബർ പ്രചാരണം നടത്തുന്നവരെ സർക്കാർ ചെലവിൽ ആദരിച്ചു ഗവർണർ. ലോക്ഡൌണിലെത്തിയ 9 പേരെ ഗവർണർ പൊന്നാട അണിയിച്ചാണ് സ്വീകരിച്ചത്. ലസിത പാലിക്കൽ, ഷാബു പ്രസാദ്, അർജുൻ മാധവ് അടക്കമുള്ളവരെയാണ് ഗവർണർ ആദരിച്ചത്. വിദ്വേഷ പ്രചാരണത്തിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്നവരും കൂട്ടത്തിലുണ്ട്. ഗവർണറെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുമതി നൽകിയതാണെന്നാണ് ലോക് ഭവന്റെ വിശദീകരണം. റഹീസ് റഷീദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റഹീസ്, ഇത്തരത്തിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആളുകൾക്ക് സമയം അനുവദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അവരെ ആദരിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? മാത്രമല്ല, സൈബർ പ്രചാരണം നടത്തുന്നവർക്കാണ് ഇത്തരത്തിൽ സർക്കാർ ചെലവിലുള്ള ഒരു ആദരം ഒരുക്കിയത്. വിനീത, സംഘപരിവാറിന് വേണ്ടി സൈബർ സ്പേസിൽ ഇടപെടുന്ന 9 പേർക്കാണ് ലോക്ഡൌണിൽ ഗവർണറുടെ വക ആദരം കഴിഞ്ഞ ദിവസം കൊടുത്തത്. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ മാത്രമല്ല, വർഗീയമായ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലും ഒക്കെ നടത്തുന്ന ആളുകളും ഗവർണറുടെ ആദരം ഏറ്റുവാങ്ങിയതിലുണ്ട്. 5 ദിവസം മുമ്പായിരുന്നു ലോക്ഡൌണിൽ ചടങ്ങ് നടന്നത്. 9 സംഘപരിവാർ അനുകൂലികളായ ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ലസിത പാലക്കൽ, ശ്രീല പിള്ള, ഒപ്പം ഷാബു പ്രസാദ്, മഹേന്ദ്രകുമാർ, അർജുൻ മാധവ്, ഫസൽ കാരാട്ട് എന്നൊക്കെ പേരുകളുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായി BJPക്ക് വേണ്ടിയും സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയും ഇടപെടുന്ന ആളുകളാണ്. അവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല ഉണ്ടായിരുന്നത്, പകരം ഓരോ ആളുകളെയും 9 പേരെയും പ്രത്യേകം പൊന്നാട അണിയിച്ച് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദരിക്കുന്നതും നമുക്ക് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ലോക്ഡൌണിന്റെ വിശദീകരണം ഇവർ സമയം ചോദിച്ചിരുന്നു. ആ സമയം ഗവർണർ നൽകുകയായിരുന്നു ചെയ്തത്. അതനുസരിച്ച് അവർ പരിപാടിയിൽ എത്തിയിരുന്നു എന്നതാണ്. സാധാരണഗതിയിൽ ഗവർണറെ കാണാൻ അനുമതി ചോദിച്ചാൽ ചില ആളുകൾക്ക് ലോക്ഭവൻ അനുമതി നൽകാറുണ്ട്. പക്ഷേ അവരുമായി കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതിവിശിഷ്ടരായ ആളുകളാണെങ്കിൽ മാത്രമാണ് ഗവർണർ പൊന്നാട അണിയിച്ച് ലോക്ഡൌണിൽ വെച്ചൊക്കെ ആദരവ് നൽകുക. അപ്പോൾ ഗവർണറുടെ അനുമതി സമയം ചോദിച്ചിട്ട് സമയം കൊടുത്തതാണ് എന്ന് പറയുന്നതിൽ നമ്മൾ അംഗീകരിക്കാമെങ്കിലും ഇങ്ങനെ ഇവിടെ സൈബർ ഇടങ്ങളിൽ BJPക്കും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമായവർക്ക് എന്തിന് കേരളത്തിന്റെ ഭരണഘടനാ പദവിയിൽ ഒന്നാമതിരിക്കുന്ന ഗവർണർ പൊന്നാട അണിയിച്ച് ആദരിച്ചത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ കേട്ടല്ലോ, കാണിച്ച് തന്നില്ല, കേട്ടല്ലോ നിങ്ങൾ. അപ്പേ ഇതെന്താ സംഭവം എന്നറിയോ? ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു തരാം. അതായത് എല്ലാവരും ഈ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്താ പറയുക, കാക്കക്കുണ്ടാവില്ലേ കൃമികടി, അതേപോലെ നമ്മുടെ അമ്മായിക്കും ഒരു കൃമി അങ്ങോട്ട് കടിച്ച്. അമ്മായിക്ക് മാത്രമല്ല കേട്ടോ, പുള്ളച്ചേച്ചി മറ്റുള്ളവരാ ഇങ്ങനെ കഴുത്താർത്ത് ജീവിക്കുകയല്ലേ. അപ്പോൾ പുള്ളച്ചേച്ചിക്കും നമ്മളെ പാലക്കൽ അമ്മായിക്കും ഒരേ ആസ, ഗവർണറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊന്നാട അണിയിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഗവർണറുടെ ഈ പെർമിഷൻ ചോദിച്ച സമയത്ത് ഗവർണർ ഒരു സമയം കൊടുത്തു. അപ്പോൾ സമയം കൊടുത്ത സമയത്ത് ഇവരെന്ത് ചെയ്തെന്നറിയോ? ഈ 2 പേരും ഓരോ പൊന്നാട സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഓരോ പൊന്നാട മേടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് ഗവർണറുടെ കാലിൽ വീണിട്ട് എന്നെ ഇതിട്ട് തന്നാലേ ഞാനിത് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലേലു അയച്ചു വിടുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഗവർണർക്ക് ഒരു ഗതിക്ക് പരഗതി ഇല്ലാതായപ്പോൾ ഗവർണർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അതാണ് സംഭവം. വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, സമയം ചോദിച്ചു, കൊടുത്തു, കണ്ടു, പിരിഞ്ഞു എന്ന്. ഗവർണർ മേടിച്ച സാധനമൊന്നുമല്ല, പുള്ളയും പാലക്കൽ അമ്മായിയും കൂടിയും മേടിച്ചിട്ട് അവരുടെ കാല് പിടിച്ചിട്ട് ഒന്ന് പ്ലീസ് പുറത്തെന്തെങ്കിലും ഒന്ന് വിടണ്ടേ, എന്നെ ആരെങ്കിലും ഒരാൾ ആദരിച്ച് എന്ന് പറയണ്ടേ, അതിനാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിച്ച സംഭവമാണ്. എന്നിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ അമ്മായിയെ, എൻ്റെ പാലക്കല അമ്മായിയെ, എൻ്റെ പുള്ളച്ചേച്ചിയെ, ഇതൊക്കെ വെളിച്ചത്ത് വരുമെന്നുള്ളത് നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കത്ത് പോലും വിചാരിച്ചിട്ടില്ലെങ്കിലോ. എന്തായാലും എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. ജിയ ചലേ ചാഞ്ചലേ
ഉം. ബാക്കി അറിയില്ല, അറിയില്ല. ജിയ ജലെ ചാഞ്ചലയാ പറഞ്ഞാൽ അടുത്ത വരി അറിയാവുന്നവർ പാടുക. ഉം. അപ്പം എന്തായാലും എന്തൊക്കെയായിരുന്നു. ഇതാണ് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഉണ്ട്. ഇല്ലേ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കുകയായിരുന്നു? നമ്മുടെ സൈക്കിൾ ഇത് ഉണ്ടല്ലോ ചന്ദനത്തിരി, അതിൻ്റെ പരസ്യം കണ്ടിട്ടില്ലായിരുന്നോ? ഇല്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കും? അതേപോലെ അപ്പോൾ എത്രയൊക്കെ നിങ്ങൾ എന്തൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും, എവിടെയൊക്കെ ഇടം നേടാൻ ശ്രമിച്ചാലും, ഈശ്വരൻ എന്ന് പറയുന്നൊരു പവറുണ്ട്. അത് ഏത് മതത്തിൻ്റേതായിക്കോട്ടെ, ഏതിൽ നിന്നായിക്കോട്ടെ, ആ പവർ എന്താക്കുന്നറിയോ? എല്ലാം കണ്ടും കേട്ട് നിൽക്കൂല. ആ പവർ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം വരുമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും വലിയ പബ്ലിസിറ്റി അമ്മായി കൊടുക്കാണ്ടിരുന്നത്. കാരണം അമ്മായി തന്നെ വാങ്ങിയ പൊന്നാട അമ്മായിക്ക് എന്നെ ഡീപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ കാല് പിടിച്ച് കരഞ്ഞതാണെന്നുള്ള സത്യാവസ്ഥ പുറത്ത് വന്നാൽ നാണക്കേട് ആർക്കാ? അമ്മായിക്കല്ലാണ്ട് വേറെ ആർക്ക്? അല്ല എൻ്റെ പുള്ള ചേച്ചിയെ, നിങ്ങളിങ്ങനെ ലോക്കൽ പരിപാടിക്കൊന്നും പോവലില്ലല്ലോ. ഈ ലോക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഗവർണറെ കാണാൻ ലോക്കൽ പരിപാടി അല്ല കേട്ടോ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് സ്വന്തമായിട്ട് പൊന്നാട മേടിച്ചിട്ട് സ്വന്തമായിട്ട് ഇട്ട് തരണം പറഞ്ഞ് ലേലു വല്ലു പറയുന്ന ആളല്ലായിരുന്നല്ലോ. നമ്മൾ കുറച്ച് നീയാം തണലിനു താഴെ നിൽക്കുന്ന ആൾക്കാരല്ലായിരുന്നോ? അങ്ങനെ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് ജസ്റ്റിൻ പോയതിന് ശേഷം ചേച്ചിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് തോന്നുന്നു, പുള്ള ചേച്ചിക്ക് കേട്ടോ. എന്താക്കാനാ, നമ്മൾ മാനസിക രോഗികളെ കളിയാക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ പുള്ള ചേച്ചിനെ കളിയാക്കാത്തത്. മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ കളിയാക്കാത്തത്. അപ്പോൾ ചേച്ചിക്ക് ജസ്റ്റിൻ നഷ്ടപ്പെട്ടതിന് ശേഷം മെൻ്റലി ഭയങ്കര ഡിപ്രഷനാണ്. അതുകൊണ്ടല്ലേ ഈ വയ്യ പോകുന്നോലെയൊക്കെ പൂരത്തെറി വിളിക്കൽ. എന്നിട്ട് നിയമോപദേശം പഠിച്ച നിയമവിദഗ്ധ എന്നൊക്കെ പറയുന്നത്. നിയമം പഠിക്കാൻ വേണ്ടിയിട്ടേ ആർക്കും പറ്റും. എനിക്ക് വേണേ, നിങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ ഞാൻ 9ാം ക്ലാസ്സുകാരിയാണെന്ന്. നാളെ എനിക്ക് നിങ്ങളെക്കാട്ടിലും വലിയ നിലയിലെത്താൻ പറ്റും. പഠനം എന്ന് പറയുന്നത് ആരെയും തരം താഴ്ത്തേണ്ട ഒരു സംഭവമല്ല. നിങ്ങൾക്കും എനിക്കൊക്കെ പറ്റും. നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കും പറ്റും. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാം. ഇത്ര വയസ്സ് വരെ പഠിക്കാൻ പാടുള്ളൂ എന്നൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയാത്തടത്തോളം കാലം എനിക്ക് പഠിക്കാം. എനിക്ക് മരണം വരെ പഠിക്കാനുള്ള ഇതുണ്ട്. അപ്പം ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊക്കെ കളിയാക്കിയ 9ാം ക്ലാസ്സുകാരി പഠിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പോവാത്തതെന്നുണ്ടാ മടി. അന്ന് പോയതിൻ്റെ അവസ്ഥ ഇന്നേ എനിക്കറിയുള്ളൂ. അതുകൊണ്ടാണ് അത്യാവശ്യം അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ലേ, അത് മതി. പിന്നെ നമ്മൾ മിക്ക ആൾക്കാരും പഠിച്ചൊരു ജോലിയൊക്കെ നേടാറുണ്ട്. എനിക്കതും ആവശ്യമില്ല. നിലവിലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പഠിച്ച ഒരു ജോലി വേണമെന്നും പറയാനില്ല. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ച് തന്നെ ജോലി കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ യുഗത്തിൽ ഈ സോഷ്യൽ മീഡിയയും ഒരു വരുമാനം തന്നെയാണ്. അതിൽ കൂടെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. എനിക്കിവൻ ചിത്രം വരയ്ക്കാനില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നും വരുമാനമുണ്ട്. എനിക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്നും ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്നും ഒക്കെ വരുമാനമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുനിന്നും ഇല്ല കേട്ടോ. തുറന്ന് പറയുന്നതിനെന്താ, ഞാൻ പ്രൊമോഷൻ വീഡിയോസ് എടുക്കാറില്ല. കാരണം ചിലത് ഫുഡിൻ്റെതാണ് വരിക, ചിലത് പറഞ്ഞത് പോകണം എന്തെങ്കിലും. അപ്പോൾ ഈ ക്രീമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നമുക്ക് ജെന്യൂൻ റിവ്യൂ പറയാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു തരുന്ന പൈസക്കുള്ള എന്താ പറയുക റിവ്യൂ നമ്മൾ പറയേണ്ടി വരും. അത് മറ്റുള്ളവർക്ക് അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, വെളുത്തിട്ട് പാറെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേയ്മെൻറ്റ്, ആരും തരാത്ത പേയ്മെൻറ്റായി ഇവർ പറയുന്നത്. അപ്പോൾ പൈസ എന്ന് കേട്ട് വിൽക്കുന്ന ആൾക്കാർക്ക്
അത് എന്താ പറയുക, ഏറ്റെടുക്കാവുന്ന ഒരു വർക്ക് മാത്രമാണ്. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കാണ് ആ ഒരു ക്രീം പുരട്ടിയിട്ട് കിഡ്നി അടിച്ചു പോയി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പുറത്ത് വന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചൊരു സംഭവമാണ്, ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യില്ല എന്നുള്ളത്. പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ചെയ്യില്ല എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. കാര്യം എന്താ വെച്ചാൽ, പൈസ മേടിച്ചിട്ട് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണം. നമുക്ക് പേയ്മെൻറ്റ് തരുന്നതാണ്. അപ്പോൾ അതിനുള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം. അത് ചെയ്തിട്ട് മറ്റൊരാൾക്കൊരു ഉപദ്രവം വന്നാൽ നമുക്ക് ആ ചോറ് ദഹിക്കൂലടേ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു ചെറിയൊരു സംരംഭകനാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ ഞാൻ ജെന്യൂൻ റിവ്യൂ പറയും. ഞാനിപ്പോൾ ചെയ്തിടത്തോളം ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഈ പൗച്ച്, ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഫുഡും ഈ ക്രീം ഐറ്റംസ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി മുന്നോട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, അത് എനിക്ക് ജെന്യൂൺ ആയിട്ടുള്ള റിവ്യൂ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചൊരു സാധനത്തിൻ്റെത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യൂല. കാരണം അത് നമുക്ക് പൈസ എന്ന് പറയുമ്പോൾ മറ്റൊരാളെയും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, വരുമാനത്തിനാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയും മതി. അവിടെ വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ഒരു തടസ്സമായിട്ടില്ല. അപ്പോൾ ഈ തടസ്സമായിട്ടില്ലാത്തിടത്തോളം കാലം നമുക്ക് സോഷ്യൽ മീഡിയ ആയാലും മതി. ഇതിൽ അത്യാവശ്യം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ, എൻ്റെ ഫാദർ എൻ്റെ പപ്പ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന, അല്ലെ പറഞ്ഞ് പഠിച്ചൊരു ജോലിയുണ്ട്, ഡ്രൈവിങ്. അതിനും വിദ്യാഭ്യാസം എവിടെയും ബാധകമല്ല. അപ്പോൾ എനിക്ക് അതും അറിയാവുന്നതുകൊണ്ട്, ഹെവി ലൈസൻസ് ഉള്ളതുകൊണ്ടും ഞാൻ എവിടെയും തളരുമെന്നും എനിക്കിട്ട് ഭയവും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ അത്രയും മുൻഗണന കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ കളിയാക്കുന്ന ആൾക്കാർക്കൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ നാളെയും പഠിക്കാം എന്നുള്ള കാര്യത്തെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. ഏതായാലും നമ്മളെ പാലക്കൽ അമ്മായിക്കും പുള്ളമ്മായിക്കും നല്ലൊരടിയായിപ്പോയി ഇത് കിട്ടിയത്. ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തതായിരുന്നു അവർ. പിന്നെയും പാടാൻ തോന്നുന്നു, ജിയെ ചലേ ചാഞ്ചലേ. ഉണ്ടാക്കാനാ, എല്ലാം ദൈവം തന്നതാണ്. 2 കൈയും കൂട്ടി സ്വീകരിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ഈ വീഡിയോ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. കേട്ടോ പാലക്കൽ അമ്മയെ, പുള്ള ചേച്ചിയെ, ടാറ്റാ.